മലയാളി കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിൽ ക്രെഡിറ്റ് എടുക്കാനുള്ള ബി.ജെ.പി. ശ്രമത്തെ പരിഹസിച്ച് മന്ത്രി വി. ശിവൻകുട്ടി. പ്രത്യേകം ആരുടെയും പിന്തുണ കൊണ്ടല്ല കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത്. അബദ്ധത്തിൽ പോലും അങ്ങനെ വിചാരിക്കരുത്. അന്യായമായാണ് മലയാളി കന്യാസ്ത്രീകളെ തടവിലാക്കിയതെന്നും ശിവൻകുട്ടി. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിമാരായ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു. അങ്ങനെ ജാമ്യം ലഭിച്ചത് നിങ്ങളാരും ധരിക്കില്ല പ്രത്യേക ആരുടെയെങ്കിലും സഹായം കൊണ്ടാണ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ ആരും അബദ്ധത്തിന് നിങ്ങൾ ഓർമ്മിക്കേണ്ട. അന്യായമായാണ് തടവിലാക്കപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കന്യാസ്ത്രീമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും അവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് കേരളത്തിൽ ഏത് അർദ്ധരാത്രിയും നിങ്ങൾക്ക് എങ്ങോട്ട് വേണം നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളമെന്ന് നമുക്ക് പറയുവാൻ അഭിമാനമുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഹാൻസ് ജോൺ ചേർന്നു വിവരങ്ങളുമായി. ഹാൻസ്, വലിയ വിമർശനം തന്നെയാണ് ബി.ജെ.പിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ശിവൻകുട്ടി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്? വിവരങ്ങൾ. തീർച്ചയായും ലക്ഷ്മി, അല്പസമയം മുമ്പാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത്. തിരുവനന്തപുരത്ത് വെച്ച് യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്തയായിട്ടുള്ള ബസേലിയസ് ജോസഫ് ബാവയ്ക്ക് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു. ഇവിടെ സഭാവിശ്വാസികളടക്കം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള വി. മുരളീധരന്റെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഇത് പ്രധാനമായും ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ബി.ജെ.പി. രൂക്ഷ ഭാഷയിൽ മന്ത്രി വിമർശിച്ചത്. ജനാധിപത്യപരമായിട്ടല്ല ഇത്തരമൊരു നടപടി ഉണ്ടായത്. അതുകൂടാതെ തന്നെ അന്യായമായിട്ടാണ് കന്യാസ്ത്രീമാരെ തടവിലാക്കിയത്. അവർക്ക് ജാമ്യം ലഭിച്ചത് പ്രത്യേകമാരുടെയും സഹായം കൊണ്ടല്ല. അതുകൂടാതെ തന്നെ കേരളത്തിലല്ലാതെ മറ്റേത് സംസ്ഥാനത്തിലാണ് വൈദിക വേഷം ധരിച്ചവർക്ക് ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ കഴിയുന്നത്? അത് ഇനിയെങ്കിലും വിശ്വാസികളായ നിങ്ങൾ മനസ്സിലാക്കണം. ഭരണഘടന വിരുദ്ധ പ്രവർത്തനം നടത്താൻ ആര് ശ്രമിച്ചാലും അത് താൽക്കാലികമായിരിക്കും. അതിന് യാതൊരു വിധത്തിലുള്ള പിന്തുണയും സമൂഹത്തിൽ ലഭിക്കില്ല. മതേതരത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാജ്യമാണ് നമ്മളുടേത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു വിമർശനമാണ് ബസേലിയസ് ബാവയുടെ സാന്നിധ്യത്തിലും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി. നേതാവായിട്ട് വി. മുരളീധരന്റെയും സാന്നിധ്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ലക്ഷ്മി, ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്.